ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന, നാം കേൾക്കുന്ന ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയും ഒരു പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമല്ല എന്നതാണ്. 29-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത ഈ തിരുവെഴുത്ത് സ്വർഗീയവാസികൾ ദൈവത്തിന് മഹത്വവും സ്തോത്രവും നൽകാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ശക്തമായ ഗീതമാണ്. വെള്ളത്തിനു മീതെ ഇടിമുഴക്കുന്നതും വലിയ ദേവദാരുക്കളെ തകർക്കുന്നതുമായ ദൈവത്തിൻ്റെ ശബ്ദം ചിത്രീകരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വാക്കുകളോടെ ഈ പ്രഭാതം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ മുൻപാകെ നാം ഉണരേണ്ടതിനാണ്. എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്ന ശബ്ദമുള്ളവൻ്റെ മുൻപിൽ ഭയത്തോടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ആകാശത്ത് ഇടിമുഴക്കം പോലെയും ശക്തമായ വൃക്ഷങ്ങളെ പിളർക്കുന്ന മിന്നൽ പോലെയും കർത്താവിൻ്റെ ശബ്ദം ശക്തമായ വെള്ളത്തിന് മുകളിലൂടെ മുഴങ്ങുന്നതായി സങ്കീർത്തകൻ വിവരിക്കുന്നു. മഹത്വത്തിൻ്റെ ദൈവം സംസാരിക്കുമ്പോൾ ലെബനോനിലെ ഉയരമുള്ള ദേവദാരുക്കൾ പോലും അവൻ്റെ മുൻപിൽ ഒടിഞ്ഞു വീഴുന്നു. ഇത് പാടിയ ആളുകൾ കൊടുങ്കാറ്റിൽ ദൈവത്തിൻ്റെ ശക്തി കാണുകയും അത്തരം ശക്തിയുള്ളവനെ ആരാധിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളിയും കൊടുങ്കാറ്റിനെ ആജ്ഞാപിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തേക്കാൾ വലുതല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തുക. ദൈവം മുൻപാകെ നാം എത്ര ചെറിയവരാണ് എന്ന് അറിയുക. എന്നാൽ അവിടുത്തെ ശക്തിയിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ്. ഇന്ന് നിങ്ങളുടെ മുൻപേ പോകുന്ന ദൈവം എല്ലാ തടസ്സങ്ങളെക്കാളും ശക്തനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം ബലഹീനതയിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നതിലൂടെ അവിടുന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തി നൽകുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തമായ കൈകളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ദിവസത്തെ നേരിടാനുള്ള ധൈര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 29, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ച് തകർക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തിപ്രാഭവത്തിൻ്റെ മുൻപിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ എത്ര ചെറിയവരാണ്, ഞങ്ങൾ എത്ര ബലഹീനരാണ് എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ഹൃദയവും മനസ്സും അങ്ങയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ മുൻപിൽ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഞങ്ങൾ അറിയുന്നു.
ഇന്ന് ഞങ്ങൾക്ക് മുൻപിലുള്ള എല്ലാ കാര്യങ്ങളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ ഒന്നും തന്നെ ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, അങ്ങേക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്കില്ല. അങ്ങേക്ക് സാധിച്ചു തരാൻ കഴിയാത്ത ഒരു വെല്ലുവിളികളും ഞങ്ങൾക്കില്ല. ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി നൽകി, ഇന്ന് ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രശ്നങ്ങളെ, ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ നിന്റെ ശക്തിക്ക് കീഴിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, എനിക്കപ്രാപ്യമായത് നിനക്ക് സാധിക്കും. എന്തെന്നാൽ നീ സർവശക്തനായ ദൈവമാണ്. സകല സൃഷ്ടികളുടെയും മേൽ നിന്റെ ശബ്ദം ശക്തി നിറഞ്ഞതാണ്. നിന്റെ ശബ്ദത്തിന് മുൻപിൽ ഇന്ന് ഞങ്ങളെ വിധിക്കുന്ന യാതൊരു ശബ്ദവും കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശബ്ദത്തിന് മുൻപിൽ മറ്റെല്ലാ ശബ്ദങ്ങളും അടക്കിയിരുത്തണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വിധികളെയും ഇന്ന് നീ എടുത്തു മാറ്റി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ എൻ്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് ധൈര്യം നൽകി, ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകി. എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് കോടതി വിധിയുള്ള ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീയാണ് അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. നീതിമാന്റെ മേൽ നീ കരുണയുണ്ടാകണമേ. നിഷ്കളങ്കന്റെ മേൽ നീ കരുണ ചൊരിയണമേ. നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഈ മകന്, ഈ മകൾക്ക് നീ ന്യായം വിധിച്ചു കൊടുക്കണമേ. ആരും ഇവരെ കുറ്റം വിധിക്കാൻ നീ അനുവദിക്കരുത്. ദൈവമേ, നിന്റെ ന്യായാധിപ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അധികാരത്തിന് കീഴിലാണ് ഈ ലോകത്തിൻ്റെ സകല അധികാരവും നിൽക്കുന്നത്. അതിനാൽ ഈ ലോകത്തിൻ്റെ ശബ്ദം ഇന്ന് നിന്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ താഴ്ത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ, ഇന്നത്തെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീ അവർക്ക് മുൻപേ പോയി നീതി നടത്തിക്കൊടുത്ത് ഈ മക്കൾക്ക് ഇന്ന് വിജയം നൽകണമേ. ഇവരുടെ ഒരു പ്രശ്നങ്ങളും നിന്റെ ശക്തിക്ക് അതീതമല്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും കർത്താവേ, ഇന്ന് നിന്റെ ശക്തമായ സ്വരത്തിൻ കീഴിൽ, ശക്തമായ കരത്തിൻ കീഴിൽ, നിന്റെ ശക്തമായ വ്യക്തിത്വത്തിൻ്റെ കീഴിൽ ഞാൻ അടിയറവ് വെക്കുന്നു. കർത്താവേ, നീ കാത്തുകൊള്ളണമേ. ഈ മക്കൾക്കിന്ന് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിന്റെ ശക്തമായ ഇടപെടലുണ്ടായി ഇവർക്ക് അത്ഭുതകരമായ വിജയം നൽകി ഈ മക്കൾ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇന്നീ ദിവസത്തെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്ന മക്കൾക്ക് നീ തക്ക സമയത്ത് സഹായം അയച്ച് ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാധിച്ചു തരുന്ന ദൈവമേ, നിന്റെ അത്ഭുതകരമായ ഇടപെടലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്നെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിനക്ക് വിജയം നൽകി, നിനക്ക് നീതി നടത്തിത്തന്ന്, ന്യായം പാലിച്ചു തന്ന്, നിനക്ക് ശക്തിയും ധൈര്യവും ആരോഗ്യവും ആയുസ്സും നൽകി നിന്നെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.